എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കേണ്ടതാണ്. ടോവിനോ തോമസിന്റെ അർജന്റീന നവവർഷമാണ് ആദ്യത്തെ സിനിമ. സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി വലിയ വിജയം നേടിയ സിനിമ കൂടിയാണല്ലോ ARM. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ 6 ദിവസങ്ങൾ പിന്നിടുന്ന ARM എന്ന സിനിമയുടെ 6ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4 കോടിക്ക് മുകളിൽ രൂപയാണ് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ARM എന്ന സിനിമ 22 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം 6 ദിവസങ്ങൾ കൊണ്ട് ARM എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 50 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 53 കോടിയിലേക്ക് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 6 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസം 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ആസിഫ് അലി നായകനെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ കിഷ്കിന്ധാകാന്ഡം. നിലവിൽ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണ് കിഷ്കിന്ധാകാന്ഡം. ഈ ഒരു സിനിമയും നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 6ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ 6 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 കോടിയിലേക്ക് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ആകെ 6 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 20 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത തലവിന് ശേഷം വീണ്ടും ആസിഫ് അലിയുടെ ഒരു സിനിമ 20 കോടി കടന്നിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ സെപ്റ്റംബർ മാസം 13-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി പെപ്പ നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ കൊണ്ടൻ. മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 5 ദിവസം കേരള ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടി ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 3-ാം ദിവസമായി ഇന്നലത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് വന്നിരിക്കുന്നത് 30 ലക്ഷം രൂപയാണ്. അങ്ങനെ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കൊണ്ടൽ എന്ന സിനിമ 2 കോടി 30 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം അമൽ ലുലുവിന്റെ ബാഡ് ബോയ്സ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ 5ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 25 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടി 30 ലക്ഷത്തിലേക്ക് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെല്ലാം തന്നെ ചിത്രത്തിന് ഏറെ നിർണായകമാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത് തലപതി വിജയ് നായകനാക്കി സെപ്റ്റംബർ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ തമിഴിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. നിലവിൽ ഗോട്ട് എന്ന സിനിമ 13 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമ 13-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആകെ 13 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 13 കോടി 10 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ഗോട്ട് എന്ന സിനിമ ആദ്യ 13 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 410 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 17 കോടി രൂപയ്ക്ക് ഗോകുലം ഗോപാലൻ കേരളത്തിലേക്ക് റിലീസിനെത്തിച്ച ഗോട്ട് എന്ന സിനിമ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്റർ ആണെങ്കിലും ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ഷൻ വൈസ് മികച്ചൊരു കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കേണ്ടതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.